ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങളുടെ ചാലിശ്ശേരി പൂരം കൂടെ അടുത്തെത്തിയിട്ടാ. അപ്പം ഇന്ന് ഇവിടെ ലൈറ്റൊക്കെ ഇടുന്ന പരിപാടിയാണ്. അപ്പം ഞാനത് കാണിച്ചു തരാട്ടെ നിങ്ങൾക്ക്. അത് മാത്രമല്ല, ഇന്ന് നാടൻ പാട്ടും കൂടി ഉണ്ട്. ഓക്കെ, എല്ലാം സെറ്റായിട്ട് വരുന്നു. മറ്റേ എന്ത്രൂഞ്ഞാലും മരണക്കിണറൊക്കെ സെറ്റായിട്ട് വരുന്നുള്ളൂ. എല്ലാം പൂർണ്ണമായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ പൂരെത്തി. നാളെയാണ് മെയിൻ, നാളെയാണ് നമ്മുടെ വാണിയുള്ളത്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് മക്കളെ. കാരണം വാണി എന്നൊക്കെ പറയുമ്പോൾ അത്ര അധികം ആൾക്കാരുണ്ടായിരിക്കും, സാധനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ പൂരം ഞാൻ വീഡിയോ എടുത്തില്ലെങ്കിൽ പിന്നെ വേറെ എന്താണ് ഞാൻ വീഡിയോ എടുക്കണ്ടേ? പൂരമഴകോടെ മണ്ണിൽ മോഹമഴ പെയ്യുമ്പോൾ ചെന്നതിലൊരോളം തീർക്കാനുള്ളു കൊതിയാവുന്നേ. ചെമ്മാനം മിന്നുന്നേ, മേലെ നിറവേറുന്നേ, ആനന്ദം തീരാതെ ആർപ്പുവിളി ഉയരുന്നേ. താഴെ തീയരിച്ച് മേലെ പൂവിരിച്ച് ഉള്ളിൽ പാട്ടൊരുക്കി പൂരം മാറി വിളി നല്ലി തേനിലല പോലെ പൂത്തിറങ്ങി. എന്താണ് ഈ ലൈറ്റ് ഇടൽ പരിപാടിയുടെ മെയിൻ സംഭവം? ഇടലിന്റെ പരിപാടി ഒന്നുമില്ല. പൊതുവെ നമ്മൾ എല്ലാ കൊല്ലം പൂരത്തിന്റെ വളരെ ലൈറ്റ് കുറവെന്നുള്ളൊരു ഇതുണ്ട്, പൊതുവെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. അത് ഈ കഴിഞ്ഞ വർഷം പൂരം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങള് ഇങ്ങനെ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ആശയം വിദ്യാർത്ഥിനോട് പറഞ്ഞപ്പോ നമുക്ക് നല്ല സപ്പോർട്ട് തന്നു. സജിത്ത് എന്നാണ് പേര്, കിട്ടുമെന്നാ വിളിക്കുക. അങ്ങനെ ഞങ്ങളൊരു കമ്മിറ്റി തുടങ്ങി 2 പേരും കൂടിയിട്ട്. അപ്പോ അങ്ങനെ ഇതുപോലെ ഒരു 5 കിലോമീറ്ററിന്റെ ഉള്ളിൽ 5 കിലോമീറ്റർ പൊളിച്ചു. മുക്കുട്ട മുതൽ ചാലിശ്ശേരി വരെയും പിന്നെ അവിടുന്ന് ഗ്രാൻഡ് ഓഡിറ്റോറിയം മുതൽ അറക്കൽ വരെയും കൂടി മൊത്തം 4-4.5 കിലോമീറ്ററിന്റെ ഉള്ളില് സെറ്റാക്കിയിട്ടുണ്ട്. അമ്പലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പിന്നെ നമ്മുടെ ഈ പൂരത്തിന്റെ ഉള്ളില് ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ല ഇങ്ങനെ. ആദ്യമായിട്ടാണ് ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് കാണട്ടെ, ഇത്ര അധികം ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് കാണുന്നത്. നമ്മൾ പോയിട്ട് ലൈറ്റ് കണ്ടു. ഇനി നാടൻ പാട്ട് കാണാൻ വേണ്ടി പോവാണ് അപ്പയും അമ്മയും ഞാനും. സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. സൗണ്ട് എത്ര കേൾക്കുന്നു എനിക്ക് അറിയില്ല. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ നാളെ എല്ലാവരും വന്നിട്ട് വാങ്ങിക്കും. നാളെ ഈ കാണുന്ന തിരക്കൊന്നും ആവില്ല കേട്ടോ. ഇപ്പൊ ഗ്രൗണ്ട് ഇങ്ങനെ ഒഴിഞ്ഞത് നോക്കണ്ട, എല്ലാരും മറ്റേ ഗാനമേള അവിടേക്ക് പോയിരിക്കുക. ഇനിയിപ്പൊ നോക്കാട്ടോ, നാളത്തെ തിരക്ക് മനസ്സിലാവും, കണ്ടാ മനസ്സിലാവും നിങ്ങൾക്ക്. പൂരം ഇങ്ങനെ തകർത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്നാണ് നമ്മുടെ വാണിയം. ഓക്കെ, വാണിയത്തിന് അപ്പൊ കാണാൻ വേണ്ടിട്ട് എല്ലാരും എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഉണ്ണിമോനും എത്തിയിട്ടുള്ളൂ. നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പോവാണ് കേട്ടാ. അമ്മതാ ഇവിടുന്ന് കോഴി പൊരിക്കണ്ടേ. അയി നല്ല പൊരിച്ച കോഴിന്റെ മണം, നല്ല സൂപ്പർ കോഴിയാണ്. അമ്മക്ക് ഡ്രസ്സൊക്കെ മാറി എല്ലാം സെറ്റായി പോവാൻ വേണ്ടിട്ടാ, പൂരപ്പറമ്പേക്ക് പോവാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഉണ്ണിമോളെ എന്താ വെല്ലിമ്മയുടെ ചുരിദാർ ഇട്ടിട്ട് നിങ്ങള് മാച്ച് ചെയ്തതാ? ഉണ്ണിമോള് മാച്ചാ. അപ്പൊ അമ്മ അപ്പൂസും വെറുതെ വിട്ടില്ല, അമ്മ അപ്പൂസും മാച്ച്. എല്ലാറ്റിലും കേറില്ലേ? എല്ലാത്തിലും കേറും നമ്മള്. എന്തൊക്കെ ഉണ്ടാവട്ടാ. കഴിഞ്ഞ പ്രാവശ്യം ഞാനും ലാൽട്ടനും ബബുലും ഒക്കെ രാത്രി പോയി കേറിയപ്പോ അത് നിന്നു. ഞങ്ങളുടെ ഭാഗ്യം നോക്കി അത് നിന്നു. എന്നിട്ട് ഞാൻ കയറിക്കാരല്ല. ശരിക്കും പറഞ്ഞെങ്കിൽ ലാൽട്ടനും ബബുലിനും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ആൾക്കാർ കുറവാണ്, അംഗബലം കുറവാണ് നമുക്കിന്ന്. അപ്പൊ ഞാൻ അവിടേക്ക് പോവാണ്. ഇവിടുത്തെ നാത്തൂനും കൂടിയിട്ട് ഭയങ്കര കുഞ്ഞു ആണല്ലോ. കുശിയാണല്ലോ. നടക്കട്ടെ. എന്താ പറഞ്ഞ നീ? യന്ത്രൂഞ്ഞാലില്ല. എത്ര രൂപയ്ക്ക് പറ്റിനെ? അല്ലല്ല, നീ പറ എത്ര രൂപയ്ക്ക് പറ്റേ? 100 രൂപ പറ്റ്. എനിക്ക് അവിടെ പോയിട്ട് എന്തിനു വാങ്ങിച്ചു തരുന്ന നീ? ഉറപ്പാണ് യന്ത്രൂഞ്ഞാലില്ല നീ? എങ്ങനെയുണ്ടാ മാരേജ്? ആരും എന്റെ കൂടെ വരാൻ തയ്യാറല്ല. അത്രയും ബോറാണ് ഹെയർ സ്റ്റൈൽ. ഞാൻ നോക്കിയിട്ടില്ലെങ്കിൽ കണ്ണട വെച്ചാൽ കണ്ണട നോക്കിയാലാണ് എനിക്ക് അറിയുള്ളൂ കേട്ടാ. അമ്മ
ഹെയർ സ്റ്റൈല് ഇങ്ങനെ ചെയ്തെന്താണ് കേട്ടോ, നന്നായിട്ടില്ലേ, സൂപ്പറായിട്ടില്ലേ. ആ അവിടെ നിന്ന് കളിയാക്കിക്കോട്ടെ, പക്ഷെ എപ്പോഴും നമ്മൾ വെറൈറ്റി ആയിരിക്കണം യൂനോ. അപ്പോൾ നമ്മൾ പോവാൻ നിൽക്കുകയാണ്. ഇപ്പൊ ഫോണിലിരിക്കണോക്ക്. പണ്ടൊക്കെ എന്താ എല്ലാരും കൂടിയിട്ടുണ്ടെച്ചെങ്കില് വർത്താനത്തിലുള്ള ആൾക്കാരാണ്. ഇപ്പൊ എല്ലാരും ഫോണിലിരിക്കുക, കണ്ടില്ലേ? വെല്ലുമി വരെ ഫോണിലിരിക്കണം. എന്താ നോക്ക്, മോശം 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 മോശം. എല്ലാരും തോണ്ടി വരുന്നിട്ട് എന്താണ് പിള്ളേരെ നിങ്ങൾ എന്താ നന്നാവുക? ഉണ്ണിമോളെ നീ മൊത്തം എടുക്കരുത്, ഭംഗിക്ക് തന്നാ ചേച്ചി. ഞങ്ങൾ ഉണ്ടാക്കി കൊള്ളപ്പല്ല, അതുകൊണ്ട് നല്ലത് പറയണമെന്നില്ല. നല്ല നല്ലതെന്ന് പറയണം. വാണിയത്തിന് പോവാണ് ഗൈസ്, വാണിയത്തിന് പോവാണ്. എല്ലാരും ഇറങ്ങി, ലെറ്റ്സ് ഗോ. അമ്മച്ചി വരുന്നില്ല, അമ്മച്ചിക്ക് ടാറ്റ കൊടുത്തു. അവിടെ തുടങ്ങിയിട്ടുള്ള വണ്ടികളാണ് കേട്ടോ. ഇതിങ്ങനെ നിരന്തരമായിട്ട് പാർക്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എത്ര തിരക്കുണ്ടാവും എന്നുള്ളത്. നമ്മള് അമ്പലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണേ. പുള്ളി മുട്ടടി മണം. ഹാ ഹാ, നമ്മൾ അമ്പലത്തേക്ക് എത്താറായിട്ടാ. ഇതാ കാണുന്നതാണ് നമ്മുടെ എൻട്രൻസ്. തിരക്ക് നോക്കിയോളി, തിരക്ക്. കച്ചവടങ്ങൾ തുടങ്ങുകയാണ് കേട്ടാ. കണ്ടല്ലോ ഐസ്ക്രീം. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഗ്രൗണ്ട് ആണോ നിങ്ങൾ നോക്കി നോക്ക് കേട്ടാ. അപ്പോഴും ഞാനിവിടെ ഇരിക്കാൻ പറയാണ് ഗൈസ്. ചട്ടികള്, ഏത് പലതരം ചട്ടികള്. 100 രൂപ 150 രൂപ. പച്ചമാങ്ങ, പച്ചമാങ്ങ, നാട്ടുമാവിലെ മാങ്ങ. വല്ലപ്പോഴല്ലേ മേടിക്കുന്നുള്ളൂ. എല്ലാ ദിവസവും ജോലി ഇല്ലെങ്കിൽ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ഒരു 100 രൂപയുടെ തൈലം മേടിച്ചോണ്ട് ആരാ പോകുന്നത്? ആരാണ് 100 രൂപ തൈലം വേണം ആർക്കെങ്കിലും? അപ്പക്കാണോ? അപ്പൂസിന് വെട്ടാൻ വേണ്ടിട്ട് വല്ല കത്തിയും വേണോ? ഗൈസ്, ഇത് നമ്മുടെ ഉണക്കമീൻ്റെ സംഭവങ്ങളാണ് കേട്ടോ. ഉണക്കമീനാണ് ഇവിടെ കാണുന്നതൊക്കെ. ഇത് വാങ്ങിക്കാനൊക്കെ വന്ന ആൾക്കാരാണ് കേട്ടോ തിരക്ക് കാണുന്നത്. മുള്ളൻ, സ്രാവ്, ഇതാണ് വാണിയത്തിന്റെ മെയിൻ ഐറ്റം. ചാലിശ്ശേരിയില് സ്രാവില്ലെച്ചെങ്കിൽ വാണിയല്ല. ഇതൊക്കെ എടുക്കണ കണ്ട, സ്രാവ് എടുക്കണ. ഓ മൈ ഗോഡ്. കണ്ടില്ലേ? എന്തായാലും കൈ നോക്കുന്നതായിരിക്കും. എല്ലാ പൂരത്തിനും നമ്മൾ കൈ നോക്കലുണ്ട്. ഈ പൂരത്തിന് നമ്മൾ കൈ നോക്കും. പക്ഷേ ഈ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് നോക്കാനാണ്. ഫസ്റ്റ് നമ്മളെല്ലാം ഒന്ന് കണ്ടിട്ട് നമ്മളത് നോക്കുന്നതായിരിക്കും കേട്ടോ. തട്ടുകടകള്, കുലുക്കി സർബത്ത്, നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞിട്ടാണ് അവസാനം ഒന്ന് കുടിക്കലും കഴിക്കലും ഒക്കെ ചെയ്യല് കേട്ടോ. JCB ഉണ്ട് അപ്പൂസ്. എവിടെ JCB ഇല്ല? JCB. അപ്പൂസിന്റെ പണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതായിരുന്നു കേട്ടോ JCB കളിപ്പാട്ടം. നല്ല ഭാഗ്യമായോണ്ട് നമ്മൾ എറിയേണ്ട ആവശ്യമില്ല, കിട്ടില്ല നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോകണില്ല. ഗെയിമാണേ. ഇത് നമ്മുടെ ചാലിശ്ശേരിത്തെ ഏട്ടനാണ് കേട്ടാ. കമ്മലൊക്കെ വാങ്ങിച്ചു കിട്ടാ. ഞാൻ വലിയൊരു ജിമിക്ക് എടുത്തിട്ടുണ്ട് നാളത്തിന് വേണ്ടിയിട്ട്. ആ, ഉണ്ണിമോൾക്കും വാങ്ങിച്ചിട്ടുണ്ട്. കുപ്പിവള കിളിക്കിളിങ്ങനെ. നമ്മുടെ അമ്പലാണിത്. കമ്മലുകാരനാണ് ഇപ്പൊ കാണണേട്ടാ. അവിടെ ഇവിടെ ഒക്കെ കമ്മലുകാരാണേ. ആരൊക്കെ എന്തൊക്കെ കയറുന്നതാണ്. ഞാൻ എല്ലാത്തിലും കയറുന്നുണ്ട്. ഞാൻ എല്ലാ പ്രാവശ്യം എല്ലാത്തിലും കയറലുണ്ട്. ഇപ്രാവശ്യം എല്ലാത്തിലും കയറും. നോക്ക്, ഫ്ലാഷ് ബാക്ക്. എന്താ പറഞ്ഞ നീ? യന്ത്രൂഞ്ഞാലില്ല. എത്ര രൂപയ്ക്ക് പറ്റിനെ? 100 രൂപ എടുക്ക്. ഫുള്ളും നമ്മുടെ ഈ ഐറ്റംസ് സാധനങ്ങൾ വാങ്ങിക്കാനുള്ളതാണെങ്കിൽ ഈ ഒരു ഗ്രൗണ്ട് മൊത്തം നമ്മൾ കളിക്കാനുള്ളതും യന്ത്രൂഞ്ഞാലും അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടാ. വരിക്ക് നിൽക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോഴും വരിക്ക് നിൽക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് 12 മണിയാകുമ്പോഴേക്കും വരി അടുത്ത റൗണ്ടിന് നമുക്ക് കയറാൻ പറ്റുന്നതാണ് നമ്മുടെ വിശ്വാസം. എല്ലാവരും ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കുന്നുണ്ട്. യോ കയറിയ നീയേ കേറുന്നില്ലേ? വന്നിട്ടുള്ളൂ. നിന്നോട് വെച്ചില്ല. പോയിട്ട് വന്നാ ചാച്ച. നാളെ കാണാട്ടാ. ഇതാണ്
ബസ്സിലാണ് നമ്മളിപ്പോ കേറാൻ പോണത്. ചേട്ടല്ലമ്മ അപ്പൊ പ്രാർത്ഥിക്കണ്ടാവും അവിടെ തന്നെ ഇരുന്നാ മതി ഇന്ന്. എല്ലാരും 100 രൂപ മുതലാക്കണം നമ്മള്. കണ്ണടക്കരുത്. ഉണ്ണിമോനെ എന്താ കിളി പോയ പോലെ നിക്കണ നീയേ. സോ സിമ്പിൾ, ജാവ സിമ്പിൾ. അപ്പയ്ക്ക് തരണം ടാറ്റ. ഓ മൈ ഗോഡ്, പിള്ളേരൊക്കെ ടാറ്റ തരണു. അപ്പൊ നമ്മൾ കേറുകയാണേ. അയ്യോ ഇവർക്ക് വൈലറ്റ് കിട്ടി. നമ്മൾ 4 ടാറ്റാ. അഭിപ്രായം സൂപ്പർ. അമ്മ അടിച്ചു പൊളിച്ച്. കിങ്ങിണി കുറച്ച് പേടിച്ചു. അഭിപ്രായം പറയ്ക്ക്. വെല്ലിമ്മയുടെ അഭിപ്രായം കേട്ടാ മതി. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങള് കൈക്കൊട്ടുകളി മറ്റേ ഒപ്പനപ്പാട്ടൊക്കെ കളിച്ചിരുന്നല്ലോ. മുട്ട ഓംപ്ലേറ്റ് കഴിക്കാന്ന് വിചാരിച്ചുട്ടാ. മുട്ട ഓംപ്ലേറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ. എന്താ ചൂട്. ആദ്യം ഇങ്ങനെ ഒരു പീസ് എടുക്കുക. നല്ല ചൂടുള്ള കാരണം ഇങ്ങനെ കൊക്കി എടുക്കണം. എന്നിട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് തന്നെ കഴിക്കുക. ഔ എന്തൊരു ആസ്വാദനം. ശേഷം നമ്മൾ ഇതിലേക്കാണ് വന്നിട്ടുള്ളത്, വഞ്ചിയിലേക്ക്. അപ്പൊ എല്ലാരും ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണേ. ഡിഫറെന്റ് സ്ഥലത്താണ് ഇട്ടിരിക്കുന്നത്. അമ്മ, വെല്ലമ്മി, കിങ്ങിണി എവിടെ ഇരിക്കണ? കിങ്ങിണി എവിടെ? കിങ്ങിനെ കാണാനിലേക്ക്. കിങ്ങിണി പഠിച്ചോളി, നിങ്ങള് കാത്തോളി. Oh my God, guys. ഫണ്ണായിരുന്നു. ഓക്കെ, എന്റെ ബാഗിലിരിക്കുന്ന കുട്ടി ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ. ഭയങ്കര ഫണ്ണായിരുന്നു. എനിക്ക് ചിരിച്ചിട്ട് എന്റെ സൗണ്ട് പോയി. വീഡിയോ വരുമ്പോ കാണാട്ടോ. ദൈവമേ എനിക്ക് വയ്യ ചിരിച്ചിട്ട്. ഉണ്ണിമാരൊക്കെ പേടിത്തന്നെ. ഉണ്ണിമാരൊക്കെ നടുവില് പോയിട്ടിരുന്നു.
മറ്റേ ഗെയിമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ മറ്റേ മീനൊക്കെ ഉള്ള സ്ഥലത്തേക്ക് വന്നേ. മീൻ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെക്കില്ലേ, ആ സൈഡിൽ വന്ന് നമ്മുടെ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ സംഭാരം കുടിച്ചിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ മീനിൻ്റെ അവിടെ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വീഡിയോ കിട്ടാൻ ചാൻസ് ഉണ്ട്, പിന്നെ നമ്മൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരക്കൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാണിച്ചു തരാം. ഒറിജിനലായിട്ട് കുത്തുന്ന പോലെ അവളുടെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലേ എന്ത് ഡിസൈൻ സെലക്ട് ചെയ്ത്. അപ്പൂസ് പിന്നെ കുളിക്കാത്ത കാരണം അവിടെ എത്ര വേണമെങ്കിലും നിൽക്കൂട്ടാ, വേറെ കാര്യം. ആനപ്പേരട്ടിന് ഒടിച്ചു ടെസ്റ്റ് ചെയ്യാനോട്. ആ പൊരി പൊരിയെ 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 നുറുക്ക് 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 നുറുക്കേ. നമ്മുടെ ആൾക്കാർ അവിടെ ഫസ്റ്റ് പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പച്ചൂത്താൻ വേണ്ടി നിന്നപ്പോ കുറച്ച് ബേട്ടോ ഇവിടെ ഉണ്ട്. ആ അമ്മ വന്നിട്ടുണ്ടല്ലോ, അങ്ങോട്ട് പോയില്ല പാസ് വെച്ച്. വണ്ടി ക്ലീൻ ആക്കിയില്ലേ? ആ എന്തിനാണ്? ആണോ? ശ്രീരാഗത്തിലുള്ള ത്യാഗരാജ കീർത്തനം പോലെ എന്നുടെ ജീവിതം ഫുള്ള് ആരോഹണം അവരോഹണം അപമാനം ഉരുളോടത് കോരണം. കളിയൊന്നുമില്ല റെഡ് ഫ്ലാഗുകൾ മാത്രമല്ല ഒരു ഗ്രൗണ്ടിലാകെ കളികുടി തോരണം. സ്വർണ്ണകൾ ചോരണം എനിക്കില്ല പേരൊന്നും എനിക്കത് പൂഷ അപ്പൊ ഇപ്പൊ നമ്മള് കൈ നോക്കാൻ വേണ്ടിട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ നോക്കുകയെന്ന്. അപ്പൊ അമ്മ എന്തായാലും എല്ലാ വർഷവും നോക്കൂട്ടെ. അപ്പൊ ഇരുന്നിട്ടുണ്ട് ഒരു അമ്മൂമ്മയുടെ അടുത്ത്. കേട്ടോ, നമ്മള് സ്വഭാവ രീതി കണ്ട് നമ്മൾ ആരോട് പെരുമാറും. സ്വഭാവം ശരിയല്ലാന്ന് കണ്ട നീ നിന്റെ വഴി, ഞാൻ എൻ്റെ വഴി. വിദ്യാഭ്യാസങ്ങളെ കൊണ്ട് ഉന്നത സ്റ്റാൻഡേർഡ് കിട്ടണം. അപ്പൊ നമുക്കും നോക്കാം ഗൈസ്. അപ്പൊ നമുക്കും നോക്കാം. നന്നായിട്ട് പറഞ്ഞു കേട്ടോ അമ്മൂമ്മേ, നല്ലത് പറയും. തത്തമ്മേ നല്ലത് എടുക്കട്ടെ. തത്തമ്മേ എന്റെ പേര് ജിൽജോണി. മോളാള് സാറാണ്. ശബരിമല അയ്യപ്പനാണ് കിട്ടിയത് കേട്ടാ. അമ്മേന്റെ അച്ഛന്റെയും സ്വഭാവമല്ല മോക്ക്, അച്ഛമ്മേന്റെ സ്വഭാവമാണ് കിട്ടിയത്. ശീലം ഒന്നാണെങ്കിലോ സ്വഭാവം സ്വഭാവം നാലാണ്. ആണായി എനിക്കേണ്ടതായി മോള് പെണ്ണായി പോയി. ആണിന്റെ ഉസറും പെണ്ണിന്റെ ധൈര്യവും ഉണ്ട്. തെറ്റി അമ്മേനെ ചൂടാക്കാനും തളപ്പിക്കാനും ഫസ്റ്റാണ്. അതന്നെ. അമ്മയ്ക്ക് മണ്ടയ്ക്ക് സൈനും കൊടുക്കൂല. അമ്മേനെ കരയിപ്പിക്കുന്ന മോളാണ്. അമ്മേനെ എപ്പോഴും കരയിപ്പിച്ചിട്ടല്ലേ? ജോലി പ്രവൃത്തി യാത്ര കൊണ്ടാണ് മോള് നടന്നത്. ഓക്കെ. സ്വന്തം നാട് വിട്ട് മറുനാട് വരെ മോള് കണ്ടുവരണം. പണി ജോലിനെ കൊണ്ട് ഇറച്ച കിട്ടും. കൊണ്ടുപോണ വീട്ടിലേക്കാണ് മോളെ കൊണ്ട് ഐശ്വര്യം കിടക്കുന്നത്. എരിച്ച വീട്ടിനെക്കായും ഗുണം കിടക്കുന്നത്. കഷ്ടകാലങ്ങളൊക്കെ തീരും. ആര് തോൽപ്പിച്ചാലും ദൈവം തോൽപ്പിക്കില്ല. ദൈവ സഹായം നോക്ക് എമ്പാടും. കള്ളപ്പേര്, അഭിമാനക്കുറ്റം, ചീത്തപ്പേര് പറഞ്ഞുണ്ടാക്കാൻ ആൾക്കാരുണ്ട്. അതൊക്കെ വളരെ സൂക്ഷിക്കണം. ചെറിയൊരു കാര്യം കിട്ടിയാൽ ചെറുതാക്കൂല, വലിയ കാര്യമൊക്കെ കൊണ്ടെടുക്കും. സത്യം. കടക്കൂട്ടുമ്പോ ഒന്നും ഉണ്ടാകൂല കേട്ടാ. പാട്ട് പാടാൻ നിശ്ചല്ലെങ്കിലും തട്ടി കൂട്ടി പാട്ടെങ്കിലും ഒപ്പിച്ചാണ്. ദോഷകാലങ്ങളൊക്കെ തീരും. പണം കുരുത്തം കിട്ടും. ഭഗവാന്റെ സഹായം എമ്പാടും. താങ്ക് യു. വീട്ടിലേക്കെല്ലാം മോളെ കൊണ്ട് ആലോചിച്ച് ഭർത്താവിന്റെ വീട്ടിലിരിക്കുകയാണ് കേട്ടാ. പരാജയങ്ങളൊക്കെ വിട്ടുതീരാനുള്ള യോഗമുണ്ട്. എന്ത് കാര്യത്തിലേക്ക് ഏർപ്പെട്ടാലും കാര്യത്തിലും മുടക്കുകളൊക്കെ വിട്ടുതീരാനുള്ള യോഗമുണ്ട്. 2 മണിയാണ്. ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ട്, ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം കച്ചവടക്കാർ ഇപ്പോഴും ഉണ്ട്. ഓക്കെ. അപ്പോൾ എൻ്റെ ലൈഫിലൊക്കെ ഒരു തവണയെങ്കിലും ഇതൊക്കെ വന്നിട്ട് കാണണം, കാരണം ഇതൊക്കെ നല്ല രസമുള്ള കാഴ്ചയാണ്. ഓക്കെ. അപ്പം ഞങ്ങളിപ്പോൾ ഇങ്ങനെ വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. നമ്മൾ തിരിച്ചു വരുമെന്നൊന്നും അറിയില്ല. ഞങ്ങളിപ്പോൾ എന്തായാലും വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഇപ്പോഴും ആൾക്കാർ ഇപ്പോഴും തിരക്കാണ്. നമ്മളെല്ലാ വർഷവും വരലുണ്ട് കേട്ടോ വാണിയം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ വാണിയം എന്തായാലും കാണാൻ വരിക.